welcome back to our channel. എല്ലാവർക്കും പുതിയ നമ്മുടെ ചാനൽ നെയിം ഒക്കെ മാറ്റിയതിനു ശേഷമുള്ള ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേസ് കാണുമ്പോൾ ഹെയർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസം തോന്നുന്നുണ്ടാവില്ല. ഇങ്ങനെയല്ല യൂഷ്വലി എൻ്റെ ഹെയർ കിടക്കാറ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ ഇതെന്താണ് ഞാൻ ചെയ്തേക്കുന്നത്, കേൾ ചെയ്തേക്കാണ്. പക്ഷെ ഞാൻ ഇതിലൊരു ഹീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഇക്വിപ്മെന്റോ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വേറൊരു മെത്തേഡ് വഴി ഞാൻ കേൾ ചെയ്തിട്ടേക്കണാണ്. അപ്പൊ എന്താണ് ഞാൻ യൂസ് ചെയ്തത് നിങ്ങൾ ചോദിച്ചാൽ, ഞാൻ യൂസ് ചെയ്ത ഒരു ക്ലോത്ത് ആണ്. ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഇത്രയും പരിപാടി ചെയ്തിട്ടേക്കുന്നത്. അപ്പൊ ഇത് ഒരുപാട് ലോങ് സ്റ്റേയിങ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു DIY ആണ് പറയാൻ പോകുന്നത്. എങ്കിലും അത്യാവശ്യം സ്റ്റേജിൽ നമുക്ക് റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതാണ് ആ ഒരു ഹെയറിന്റെ ലുക്ക് ഞാൻ ആദ്യമേ കാണിച്ചു തന്നേക്കണം. അപ്പൊ ഇനി ഇതെങ്ങനെ ചെയ്തു എന്നുള്ളത് വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ഇനി ആദ്യമായിട്ടായാലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ചാനൽ. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. എന്നാൽ മാത്രം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. നമുക്ക് നേരെ തന്നെ ഇതെങ്ങനെയാണ് ഈ ഒരു കേൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് മുടി നേരെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ നടുക്കൂടെ ഒരു പകരം ഇടുകയാണ്. അതിനുശേഷം ഹെയർ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ക്ലോത്താണ്. നിങ്ങളുടെ ഹെയറിനനുസരിച്ചുള്ള ലെങ്ത്തിൽ നമുക്ക് കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യാം കേട്ടോ. എൻ്റെ ഹെയർ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഇത്ര മതിയാവും ക്ലോത്തിൻ്റെ ലെങ്ത്ത്. അതിനുശേഷം നമ്മുടെ പകരം എടുത്താൽ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് ഒരു ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. അതിനുശേഷം ഒരു പോർഷൻ ഓഫ് കുറച്ച് പോർഷൻ ഹെയർ എടുക്കുക, ആ ക്ലോത്തിൽ നന്നായിട്ട് ചുറ്റുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ സെക്ഷൻ ഒരു ഫസ്റ്റ് എടുത്തത് വിടരുത്. സെക്കൻഡ് എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. പിന്നെ തേർഡ് അതെല്ലാം കൂടെ ഒരുമിച്ച് പിടിക്കുക. അങ്ങനെ ആ ഒരു സൈഡ് ഫുള്ളും ആ തുണിയിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുക. കണ്ടോ, ഞാൻ ആഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ഫുൾ എൻഡ് വരെ ഞാൻ ആ ക്ലോത്തിലേക്ക് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ക്ലോത്തിന് ലെങ്ത് ഇല്ലല്ലോ, നമ്മൾ മേളിലോട്ട് വെച്ച് ഇങ്ങനെ അങ്ങ് ചുറ്റിയാൽ മതി, കുഴപ്പമില്ല. അതിനുശേഷം ഒരു ബാൻഡ് ഇടാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാട്ടോ, അങ്ങനെ ഇരിക്കും ഹെയർ ലാസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ അപ്പുറ സൈഡും ചെയ്ത് കൊടുക്കുകയാണ്. സെയിം പ്രോസസ്സ് തന്നെ. ഹെയർ പിടിച്ച് എല്ലാ ഹെയറും ഓരോ സെക്ഷൻസിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് പോയിട്ട് ചുറ്റിയെടുക്കുകയാണ്. അതിനുശേഷം കുറേ ലെങ്ത് വരും നമ്മുടെ എക്സ്ട്രാ ഹെയറിന്. അപ്പോൾ അതും കൂടി ആ തുണിയിലേക്ക് ഒന്ന് ചുറ്റിയിട്ട് ഒരു ഹെയർ ബാൻഡ് ഇടുകയാണ് നമ്മൾ ചെയ്യണത്. സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ഈ സൈഡും. ഹെയർ കംപ്ലീറ്റ് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ കേൾ വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേ നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ്. ഇനി ഒരു 4 to 5 hours നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിനി 4 to 5 hours കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് അഴിക്കുകയാണ്. അപ്പം മെല്ലെ കേൾ പോവാത്ത രീതിയിൽ ബാൻഡ് അഴിച്ചെടുത്ത് മെല്ലെ അതൊന്ന് ഊരിയെടുക്കണം. തുണി ആ ഹെയറിൽ നിന്ന് ഊരിയെടുക്കുക. വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ കേൾ വരില്ല, അതുകൊണ്ടാണ്. പിന്നെ ഒരുപാടിട്ട് പിടിച്ചാൽ ആ കേൾ ഉണ്ടായത് പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം ഇത് ഊരിയെടുക്കാനായിട്ട് നമ്മുടെ ഹെയറിൽ നിന്ന്. മെല്ലെ ഊരിയെടുത്താൽ മതി. കണ്ടോ, നമുക്ക് അത്യാവശ്യം നല്ല കേൾ വന്നിട്ടുണ്ട് ഹെയറിൽ, കാണാം നിങ്ങൾക്ക് വീഡിയോയിൽ. ഇതേ കണ്ടോ, കുറച്ച് ലൂസ് കേൾസ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ കുറച്ചൊന്ന് ചെറുതൊരു കൈ വെച്ചിട്ടൊന്ന് കോംബ് ചെയ്യാം. അല്ലാതെ കോംബ് വെച്ച് വേണ്ട, അപ്പോൾ ഫുൾ കേൾ പോവും. അല്ല നല്ല രീതിക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ അധികം ഇട്ട് നമ്മൾ കൈയിട്ടൊന്നും ചെയ്യാണ്ട് വെക്കുക. ഹെയർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുക കേട്ടോ. ഇതൊരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഇത് കുറേ സമയം നിൽക്കും. അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊരു 1 hour 2 hour കഴിയുമ്പോൾ ഇത് പോവും. ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേ അടിക്കുക അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ. വീഡിയോ കണ്ടല്ലോ, ഈസി അല്ലേ, വേറെ ഒന്നുമില്ല. ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തേക്കുന്നത്.
ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്, ഒരു ഈസി ട്രിക്കാണ്. ഇത് എത്ര നേരം കിടക്കുമെന്ന് വെച്ചാൽ അധികം ഇട്ട് കോമ്പ് ചെയ്യൊന്നും ചെയ്യേണ്ട. അപ്പൊ അതങ്ങനെ തന്നെ സ്റ്റേ ചെയ്തോളും. കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പോകും. കുറച്ച് അവേഴ്സ് സ്റ്റേ ചെയ്യുള്ളൂ. ജസ്റ്റ് ഒരു DIY ആണ്, അല്ലാതെ ഇത് പെർമനന്റ് കേളിംഗ് ഒന്നും അല്ല. അതിന് നമുക്ക് ഒരുപാട് ഹീറ്റൊക്കെ നമ്മുടെ ഹെയർ കൊടുക്കേണ്ട. അപ്പൊ അതൊക്കെ കേടാണ്. അപ്പൊ നമ്മുടെ ഹെയറിന് നല്ല കേടൊന്നും ഇല്ലാത്ത രീതിയിൽ ഹെയർ കേൾ ചെയ്ത ഒരു സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ സമയം വെച്ച് ഉറങ്ങിയിട്ടൊക്കെ രാവിലെ എഴുന്നേക്കണം, നല്ല റിസൾട്ട് കിട്ടും. ഒരുപാട് സ്ട്രെയിറ്റ് ആയിട്ടുള്ളവർക്ക്, അല്ലാത്തവർക്ക് കുഴപ്പമില്ല, 3 to 4 hours ഒക്കെ മതിയാവും. അല്ലാതെ ഒരുപാട് നേരം വെക്കണമെന്നൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഈസി അല്ലേ? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമന്റ് ബോക്സിൽ എന്തായാലും എന്നോട് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.